നമ്മുടെ എക്സ്പൾസ് 200ൻ്റെ മൈലേജിനെ കുറിച്ചിട്ടും മെയിൻ്റനൻസിനെ കുറിച്ചിട്ടും ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കണു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഈ ഒരു ബൈക്ക് എടുത്തിട്ട് ഏകദേശം 5-6 മാസത്തോളമായിട്ടുണ്ട്. 3177 കിലോമീറ്ററോളം ഇപ്പം ഞാൻ വണ്ടി ഓടിച്ചു. ഏകദേശം 3000 സംതിങ് കിലോമീറ്റർ ഓടിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വീഡിയോ കൂടിയാണിത്. ഇപ്പോൾ നല്ലൊരു ഈ ഒരു ബൈക്കിൻ്റെ സെക്കൻഡ് സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. എനിക്കൊരു ഫസ്റ്റ് സർവീസിന് മുമ്പ് വരെ ഒരു 25-28 ലെവലിലായിരുന്നു മൈലേജ് കിട്ടി വരുന്നത്. ഇതൊരു ഫ്യൂൽ ഇഞ്ചക്ഷനോട് കൂടി വരുന്ന ബൈക്കാണ് കേട്ടോ. ഇപ്പോൾ സെക്കൻഡ് സർവീസിന് ശേഷം ഏകദേശം ഒരു 38 മുതൽ 42 അടുത്താണ് എനിക്ക് ഈ ഒരു ബൈക്കിന് മൈലേജ് കിട്ടുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇത്ര നാൾ ഈ വണ്ടി ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് എടുത്ത് പറയാൻ തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയുടെ സസ്പെൻഷനെ കുറിച്ചിട്ടാണ്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് സസ്പെൻഷൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു ബൈക്കിന്. അതിപ്പോൾ ഓഫ് റോഡ് പോകുന്ന സമയത്താണെച്ചാലും അല്ലെങ്കിൽ ഇപ്പോൾ നോർമലായിട്ടുള്ള റോഡുകളിലാണെച്ചാലും എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ റോഡുകളുടെ അവസ്ഥ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ റോഡുകൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പക്ക പെർഫോമൻസ് ഉള്ള സസ്പെൻഷനാണ് ഈ ഒരു ബൈക്കിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വണ്ടിയുടെ റൈഡിങ് കംഫർട്ടാണ്. നമ്മളിപ്പോൾ ഓഫ് റോഡ് പോകുന്ന സമയത്താണെച്ചാലും ലോങ് റൈഡ് പോകുന്ന സമയത്താണെച്ചാലും സിറ്റിയിലാണെച്ചാലും യാതൊരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു റൈഡിങ് പൊസിഷനാണ് ഈ ഒരു ബൈക്കിൽ കൊടുത്തിട്ടുള്ളത്. അതിപ്പോൾ ഹാൻഡിലിംഗ് ആണെച്ചാലും അല്ലെങ്കിൽ ഇപ്പോൾ സീറ്റിംഗ് പൊസിഷൻ ആണെച്ചാലും ഒരു രക്ഷയില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സീറ്റിംഗ് പൊസിഷനിൽ എനിക്ക് തോന്നിയ ചെറിയൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഒരു 20 മിനിറ്റിന് മേലൊക്കെ നമ്മളൊരു ട്രാഫിക്കിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ബാക്കിലിരിക്കുന്ന ആൾക്ക് ചെറിയ തരത്തിൽ ഹീറ്റ് സൈലൻസറിന്റെ ഭാഗത്ത് നിന്ന് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതായത് ഈ ഒരു സൈഡിൽ നിന്നല്ല, അടിഭാഗത്ത് നിന്ന് നല്ല തരത്തിൽ തന്നെ ഹീറ്റ് പുറത്തോട്ട് തള്ളുന്നുണ്ട്. അപ്പോൾ അത് ബാക്കിലിരിക്കുന്ന ആൾക്ക് ചെറിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കണ പോലെ ഫീൽ ചെയ്തു. പിന്നെ മെയിൻ്റനൻസിനെ പറ്റിയിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഈ ഒരു സെഗ്മെന്റ് 200cc സെഗ്മെന്റിലത്തെ മറ്റുള്ള ബൈക്കുകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ വളരെ ചീപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിന്റെ ഫസ്റ്റ് സർവീസിന് എനിക്ക് ആകെ കൊടുക്കേണ്ടി വന്നത് വെറും 650 രൂപ മറ്റാണ്. ഇതിന് ഞാൻ എഞ്ചിൻ ഓയിൽ പുറത്തുനിന്നാണ് കേട്ടോ മാറിയത്. ഞാൻ ലിക്വിമോളിയുടെ W40 ഓയിലാണ് വണ്ടിയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ സെക്കൻഡ് സർവീസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് സർവീസിന് ആകെ 200 രൂപയോളം മാത്രമാണ് വന്നത്. അതിൽ നമുക്ക് വാട്ടർ സർവീസ്, ചെയിൻ ലൂബ്, അതേപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് സെക്കൻഡ് സർവീസിൽ വരുന്നത്. നല്ല പോലെ തന്നെ മെയിൻ്റനൻസ് കുറഞ്ഞ ഒരു വണ്ടി കൂടിയാണ് നമ്മുടെ എക്സ്പൾസ് 200 എന്ന് പറയുന്നത്. സെക്കൻഡ് സർവീസിന് ശേഷം ഞാൻ ഈ ഒരു ബൈക്കും കൊണ്ട് കൊടൈക്കനാൽ പോയിട്ടുണ്ടായിരുന്നു. ലോങ് റൈഡിൽ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. ഹൈവേയിൽ ഇപ്പോൾ ഞാൻ ലഗേജ് കെട്ടി പോയിട്ട് എനിക്ക് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തില്ല. ഏകദേശം ഒരു 120ഓളം ടോപ്പ് എൻഡ് വരുന്നുണ്ട്. ഇപ്പോൾ ടോപ്പ് എൻഡിന് വലിയ തരത്തിലുള്ള പ്രാധാന്യം കൊടുക്കാത്ത ഒരു വണ്ടിയാണെങ്കിൽ കൂടെ നമുക്ക് ഹൈവേയിലൊക്കെ ഒന്ന് വെച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 120 വളരെ നിസാരമായിട്ട് ഈ ഒരു ബൈക്കിൽ അടിക്കാൻ പറ്റും. പക്ഷേ 200cc സെഗ്മെന്റിലത്തെ മറ്റുള്ള വണ്ടികളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഹൈവേയിൽ അത്രമാത്രം പെർഫോമൻസ് ഈ ഒരു ബൈക്കിന് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സിറ്റിയിൽ അതേപോലെ തന്നെ ഓഫ് റോഡ് കൊണ്ടുപോകുന്ന സമയത്താണ് കൂടുതൽ ഈ ഒരു ബൈക്കിന്റെ പെർഫോമൻസ് നമുക്ക് അറിയാൻ കഴിയുക. ഇപ്പോൾ സിറ്റിയിലൊക്കെ നമുക്കൊരു കളിപ്പാട്ടം, ഇപ്പോൾ MT-15 ആണ് എനിക്ക് ഇതിന് മുമ്പ് ഓടിച്ചിട്ട് അങ്ങനെ ഫീൽ ചെയ്തത്. സിറ്റിയിലൊക്കെ വളരെ നിസാരമായിട്ട് ഒരു കളിപ്പാട്ടം പോലെ ഈ ഒരു ബൈക്ക് നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കും. പിന്നെ വണ്ടിക്ക് വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 6000 RPM താഴെ ഓടിക്കുന്ന സമയത്ത് നല്ല തരത്തിൽ തന്നെ വണ്ടി വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഹാൻഡിലിന്റെ ഭാഗത്തുനിന്നും ഫുഡ് ട്രസ്റ്റിന്റെ ഭാഗത്തുനിന്നും നല്ല തരത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ ഒരു 3000 കിലോമീറ്ററിന് ശേഷം വൈബ്രേഷൻ ഇത്രയും കൂടെ കൂടി എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. കാരണം എന്താ വെച്ചാൽ ഞാൻ ലിക്വിമോളിയുടെ എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ ഒഴിച്ചതിന് ശേഷം വൈബ്രേഷനും കാര്യങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞതാണ്. ഇപ്പോൾ വീണ്ടും ആ ഒരു വൈബ്രേഷൻ കയറി വന്നിട്ടുണ്ട്. ഈ ഒരു സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് ചെറിയ തരത്തിൽ മാത്രമാണ് വൈബ്രേഷൻ എനിക്ക് ഫീൽ ചെയ്യണത്. ഹാൻഡിലിൻ്റെ അവിടെ നിന്നും അതേപോലെ തന്നെ ഫുഡ് ട്രസ്റ്റിന്റെ ഭാഗത്തുനിന്നും 90-ന് മേലൊക്കെ പോയി കഴിയുമ്പോൾ വലിയ കാര്യമായിട്ടുള്ള വൈബ്രേഷൻ ഒന്നും ബൈക്കിന്റെ ഭാഗത്തുനിന്ന് ഫീൽ ചെയ്യണില്ല. അപ്പോൾ ചെറിയൊരു RPM മാത്രമാണ് വണ്ടിക്ക് വൈബ്രേഷൻ കൂടുതലായിട്ട് ഫീൽ ചെയ്യണത്. മറ്റെല്ലാ BS4 എഞ്ചിനുകളൊക്കെ പോലെ തന്നെ ഈ ഒരു ബൈക്കിലും 1000 സംതിങ് കിലോമീറ്റർ കഴിപ്പിക്കും ടാപ്പ് നോയ്സ് സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. 3000 കിലോമീറ്റർ ആകുമ്പോഴേക്കും നല്ല തരത്തിൽ തന്നെ ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയിലായി വണ്ടിയുടെ എഞ്ചിൻ്റെ നോയ്സ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു 10-20 കിലോമീറ്റർ ഓടിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ എഞ്ചിൻ ചൂടാവുന്ന ഒരു അവസ്ഥ വരുമ്പോഴേക്കും എഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു സൗണ്ട് വന്നു തുടങ്ങിയപ്പോൾ ഞാൻ വണ്ടി സർവീസിനേറ്റി അവരത് ഫ്രീ ആയിട്ട് വാറണ്ടിയിൽ ചെയ്തു തന്നു. ഒരു ഓഫ് റോഡ് ബൈക്കിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഗിയറുകൾ അത്യാവശ്യം നല്ല ടോർക്ക് ആയിട്ടിരിക്കും. ആദ്യത്തെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഗിയറുകളിൽ ഒരു രക്ഷയില്ലാത്തൊരു ഇനീഷ്യൽ പുള്ളിങ് തന്നെ ഈ ഒരു ബൈക്കിൻ്റെ ഗിയർ ബോക്സിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. എനിക്കിതിനു മുമ്പ് R15 വെർഷൻ 3ലാണ് ഇങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ആ ഗിയറുകളിലൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പവറാണ് R15 വെർഷൻ 3ക്ക്. അതേപോലെ തന്നെയാണ് ഈ ഒരു ബൈക്കിൻ്റെ ഗിയർ ബോക്സ് എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ കൂട്ടിക്കുമ്പിക്കും വളരെ സിമ്പിളായിട്ട് യാതൊരു തരത്തിലുള്ള ലാഗ് അടിക്കാണ്ടാണ് വണ്ടി കയറി പോണത്. പക്ഷേ 5th ഗിയറിൽ അത്ര തരത്തിലുള്ള പവർ ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല. 4th ഗിയറും 5th ഗിയറും കുറച്ച് ലാഗാണ്. അതായത് പവർ തീരില്ല എന്നല്ല, പക്ഷേ കുറച്ച് മറ്റുള്ള ഗിയറുകളെ അപേക്ഷിച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് പവറും കാര്യങ്ങളൊക്കെ കുറവാണ്.
പിന്നെ മൈലേജിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു 38 മുതൽ 42 അടുത്ത് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ കാർബറേറ്റർ വേരിയൻറ്റിൽ ട്യൂൺ ചെയ്തിട്ട് 42 മേലെ മൈലേജ് കിട്ടണവരുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടാകുന്നു കാർബറേറ്ററാണോ ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണോ നല്ലതെന്ന്. എനിക്ക് ഇത്തിരി കൂടെ നല്ലതായിട്ട് തോന്നിയത് കാർബറേറ്ററാണ്. നമുക്ക് ആവശ്യത്തിന് പവർ ട്യൂൺ ചെയ്ത് കൂട്ടും ചെയ്യാം, അതേപോലെ തന്നെ മൈലേജിൻ്റെ കാര്യങ്ങളും ട്യൂൺ ചെയ്തിട്ട് വ്യത്യാസപ്പെടുത്താം. പക്ഷേ ഫ്യൂൽ ഇഞ്ചക്ഷനിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഹൈവേയിൽ കൊണ്ടു നടക്കണമായിട്ടും സുഖം ഈ ഒരു ബൈക്ക് ഓഫ് റോഡ് കൊണ്ടു നടക്കാനാണ്. ഒരു രക്ഷയില്ല വണ്ടി ഓഫ് റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാലുള്ള ആ ഒരു പെർഫോമൻസ്. വെയിറ്റ് കുറവാണ് വണ്ടിക്ക്, അതാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓഫ് റോഡൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് വളരെ കുറവ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു ബൈക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റും സെക്കൻഡും തേർഡ് ഗിയറുകളും അത്യാവശ്യം നല്ല പോലെ തന്നെ ഒരു ഇനീഷ്യൽ പവർ വണ്ടിക്ക് വന്നിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഓഫ് റോഡൊക്കെ പോകുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ഒരു കംഫർട്ട് നമുക്ക് കിട്ടും. ഓഫ് റോഡ് പോകുന്ന സമയത്ത് ABS ഓഫാക്കാൻ ഒരു സ്വിച്ച് ഇല്ലാത്തത് വളരെ വലിയൊരു ബുദ്ധിമുട്ട് പോലെയാണ് ഫീൽ ചെയ്തത്. ഇനി ഇത്ര കിലോമീറ്റർ ഓടിച്ചതിന് ശേഷം എനിക്ക് ഈ ഒരു ബൈക്കിൽ തോന്നിയിട്ടുള്ള കുറച്ച് പോരായ്മകളും കൂടെ പറയാം. ഏറ്റവും ഫസ്റ്റ് പറയേണ്ട ഒരു കേസ് എന്ന് വെച്ചാൽ ഈ ഒരു ബൈക്കിൻ്റെ ABSനെ കുറിച്ചിട്ടാണ്. അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ABS ബ്രേക്കിംഗ് അല്ല ഈ ഒരു ബൈക്കിൽ കൊടുത്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള റോഡിൽ കൂടെ ഒക്കെ പോകുന്ന സമയത്ത് നമ്മളിപ്പോൾ ഫ്രണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്തെങ്കിൽ കൂടെ ബ്രേക്ക് അപ്ലൈ ആവില്ല. നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടിയുടെ കൺട്രോൾ നഷ്ടപ്പെട്ട് അപകടത്തിലാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇപ്പോൾ നിലവിൽ ABS മോട്ടർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സൗണ്ട് എനിക്ക് കേൾക്കാനുണ്ട്. ഇപ്പോൾ ബ്രേക്ക് ഞാൻ അപ്ലൈ ചെയ്യണമെങ്കിലും ലിവർ താഴോട്ട് വരുന്നില്ല. അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ABS അല്ല ഈ ഒരു ബൈക്കിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളൊരു ഗട്ടർ ഹമ്പ് ചാടിയെന്ന് വിചാരിക്കുക, ഇതേപോലെ തന്നെയാണ് ABS തന്നെ കിടന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഫ്രണ്ട് വീല് ലോക്ക് ആവേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ഗട്ടർ ചാടുമ്പോഴേക്കും വണ്ടിയുടെ ബ്രേക്ക് ഫുള്ളായിട്ട് ടൈറ്റ് ആവും, പിന്നെ നമുക്ക് ബ്രേക്ക് കിട്ടാത്തൊരവസ്ഥ. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാരം നമ്മുടെ ഹീറോ കൊണ്ടുവരും തന്നെ വിചാരിക്കാം. പിന്നെ ഹീറോൻ്റെ സർവീസ് സെൻറ്ററുകളെ കുറിച്ചിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ തൃശ്ശൂർ പുഴയ്ക്കുള്ള ഹീറോൻ്റെ ഷോറൂമിലാണ് വണ്ടി കാര്യങ്ങളൊക്കെ സർവീസിന് കൊടുക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ട് സർവീസും കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രമുഖ ബ്രാൻഡുകളുടെ സർവീസ് സെൻറ്ററുകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വലിയ കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല സർവീസ് തന്നെയാണ് ഹീറോൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ കഴിയണത്. ഇനി പോരായ്മകളിൽ രണ്ടാമതായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ആണ്. ഇപ്പോൾ നിലവിൽ ഈ ഒരു സെഗ്മെൻറ്റിലത്തെ ബൈക്കുകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മോഡലിൽ നമുക്ക് LED ഹെഡ് ലാംപ്സും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള വെളിച്ചം കാര്യങ്ങളൊന്നും ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തൊന്നുമില്ല. അപ്പോൾ നിലവിൽ ഞാൻ അഡീഷണലായിട്ട് 2 ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ രാത്രി ബൈക്ക് കൊണ്ടുനടക്കുന്നത്. അത്ര പ്രകാശം കുറവാണ് ഈ ഒരു ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റിൽ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് തോന്നിയ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഈ ഒരു സെഗ്മെൻറ്റിൽ കിട്ടാവുന്നതിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ല പോലെ തന്നെ ഓപ്ഷൻസ് ഉള്ള ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു ഡിജിറ്റൽ മീറ്ററാണ് ഈ ഒരു ബൈക്കിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു മീറ്ററിൻ്റെ ഭാഗത്തുനിന്നും ചെറിയ തരത്തിലുള്ള ഒരു പോരായ്മ ഫീൽ ചെയ്തു. അതായത് നമ്മൾ വണ്ടി എടുത്തിട്ട് കുറച്ച് മൂവ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഗിയർ ഇൻഡിക്കേഷൻ, അതായത് ഏത് ഗിയറിലാണ് വണ്ടിക്ക് എടുക്കണത് എന്നുള്ളത് കാണിക്കുള്ളൂ. അത് ചെറിയ തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും തരത്തിലുള്ള ഒരു അപ്ഡേഷൻ വരും തന്നെ വിചാരിക്കാം. അടുത്തതായിട്ട് എനിക്ക് തോന്നിയൊരു പോരായ്മ എന്ന് പറയുന്നത് ഈ ഒരു കിലോമീറ്റർ ഏകദേശം 3000 കിലോമീറ്റർ ഓടുമ്പോഴേക്കും തന്നെ നല്ല തരത്തിൽ തന്നെ വണ്ടിയിൽ തുരുമ്പ് കയറണ പോലെ ചെറിയ തരത്തിൽ ഫീൽ ചെയ്തു. ഇപ്പോൾ 2 സ്പോക്ക് വീലിൻ്റെ കമ്പികളുടെ തുമ്പത്തായിട്ട് നല്ല പോലെ തന്നെ തുരുമ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് കമ്പനി തന്നെ റീപ്ലേസ് ചെയ്ത് തന്നു കേട്ടോ. ഹീറോക്കാരൻ്റെ വാറണ്ടിയിൽ അതൊക്കെ ക്ലെയിം ചെയ്ത് ശരിയാക്കി തന്നു. എന്നാച്ചാലും ഈ ഒരു ഭാഗത്തായിട്ടും അതേപോലെ തന്നെ ഈ ഒരു പ്ലഗ് പോയിന്റ് ഈ ഒരു ബോൾട്ടുമൊക്കെ ആയിട്ട് ഇപ്പോഴും നല്ല തരത്തിൽ തന്നെ തുരുമ്പ് കാണുന്നുണ്ട്. പിന്നെ എഞ്ചിൻ്റെ അവിടെ നിന്ന് ഈ കളറില്ലേ ഈ ഒരു സംഭവം നമ്മുടെ ഡ്യൂക്കിനൊക്കെ കണ്ടിട്ടുണ്ട്. ഒരുപാട് കിലോമീറ്റർ ഓടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പെയിന്റ് ഇളകി പോണ പോലത്തെ ഒരു ചെറിയൊരു അവസ്ഥ ഈ ഒരു ബൈക്കിൽ അത് വളരെ കുറഞ്ഞ കിലോമീറ്ററോളം തന്നെ പല ബൈക്കുകളിലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ചില വണ്ടികൾക്ക് പെട്രോൾ ലീക്കായി പോണതായിട്ടും പറയാനുണ്ട് കേട്ടോ. പിന്നെ 2000 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 2500 കിലോമീറ്റർ ആകുമ്പോഴേക്കും എൻ്റെ ഈ ഒരു വണ്ടിക്കും ഇതേപോലെ തന്നെ പല വണ്ടികൾക്കും വന്നിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് ആണ് എഞ്ചിൻ്റെ അടിഭാഗത്തുനിന്ന് ഓയിൽ ലീക്ക്. വാറണ്ടിയിൽ അവർ ക്ലെയിം ചെയ്ത് തന്നു, അതിന് വേറെ ചാർജും കാര്യങ്ങളൊന്നും വാങ്ങിച്ചില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഈ ഒരു 3000 കിലോമീറ്റർ ആയി ഇപ്പോൾ തോന്നുന്ന വേറൊരു കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് നല്ല തരത്തിൽ തന്നെ ചെയിൻ്റെ ഭാഗത്തുനിന്ന് വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കോൺസെപ്റ്റും ചെറിയ തരത്തിൽ ഒരു കംപ്ലൈൻറ്റ് വന്ന് തുടങ്ങിയ പോലെ ഫീൽ ചെയ്തു. അപ്പോൾ ഒരു 3000 കിലോമീറ്റർ ഓടിക്കുമ്പോഴേക്കും ഇത്രയും അനുഭവങ്ങളാണ് എനിക്ക് ഈ ഒരു ബൈക്കിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പിന്നെ എക്സ്പൾസ് വാങ്ങണോട് കൂടിയിട്ട് ഇതിന് നമ്മുടെ സൈഡ് സ്റ്റേ അല്ലെങ്കിൽ ഇപ്പോൾ സാഡിൽ ബാഗൊക്കെ വാങ്ങാൻ പ്ലാൻ ചെയ്യണവർ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഞാനും ഇതിന് സാഡിൽ ബാഗും ഐറ്റംസ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്ര നിലവാരമുള്ള ഐറ്റം ഒന്നല്ല ഷോറൂമിൽ നിന്ന് തരണത്. ഏകദേശം 6000-ഓളം രൂപ കൊടുത്തിട്ടാണ് ഞാൻ ഈ സംഭവങ്ങളൊക്കെ അഡീഷണലായിട്ട് വാങ്ങിച്ചത്. പക്ഷേ ഒന്നാമത്തെ കേസ് ബാഗ് വാട്ടർ പ്രൂഫ് അല്ല, അതേപോലെ തന്നെ ബാഗിൽ വളരെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ കുറവാണ്. നിങ്ങൾ ഷോറൂമിൽ വണ്ടിയുടെ കൂടെ വാങ്ങാനായിട്ടും ഭേദം ആഫ്റ്റർ മാർക്കറ്റായിട്ട് ചെയ്യണതായിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ സീറ്റിൻ്റെ ഭാഗത്തൊന്നും അത്ര വലിയ പോരായ്മ ഒന്നും ഫീൽ ചെയ്തൊന്നുമില്ല. ഇപ്പോൾ ലോങ് റൈഡൊക്കെ പോകുന്ന സമയത്താണെച്ചാലും ഞാൻ ചെൽ ബാഗ് എയർ ബാഗ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. വലിയ തരത്തിലുള്ള ബാക്ക് പെയിനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല പോലെ തന്നെ റൈഡിങ് കംഫർട്ട് തരുന്ന ഒരു സീറ്റ് തന്നെയാണ്. ഇപ്പോൾ മഴയത്തൊക്കെ വെക്കുന്ന സമയത്ത് സീറ്റിൻ്റെ ഉള്ളിൽ സ്പോഞ്ചിൽ വെള്ളം കയറില്ലേ അതേപോലൊരു അവസ്ഥ ഫീൽ ചെയ്തു. ഇപ്പോൾ നമ്മൾ കയറിയിരിക്കുന്ന സമയത്ത് പാൻറ്റിൻ്റെ ഉള്ളിൽ വെള്ളം കയറണ പോലെ. അത്ര വലിയൊരു മിസ്റ്റേക്ക് എന്നല്ല ഞാൻ പറയണത്. പരമാവധി വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു സീറ്റ് കവർ അടിക്കുക ശ്രമിക്കുക. ഇപ്പോൾ തന്നെ കൊക്കയിൽ വീണ് മരിച്ചായിരുന്നു.
ഇപ്പോൾ ഞാൻ ആ ഒരു ഗിയർ ഡൗൺ ചെയ്തിട്ട് ബാക്ക് ബ്രേക്ക് ചവിട്ടണതിന് പകരം ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ആ ഒരു കുഴിയിലേക്ക് പോയിരുന്നു. കാരണം എന്ന് വെച്ചാൽ വെറുതെ കിടന്ന് ഇതിൻ്റെ ABS മോട്ടർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആ ഒരു സൗണ്ടും വൈബ്രേഷനും നല്ല പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം നല്ലപോലെ ഈ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ അടുത്തൊരു മോഡലിൽ പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ വേറെ യാതൊരു തരത്തിലുള്ള പോരായ്മകളൊന്നും എനിക്ക് ഈ ഒരു ബൈക്കിൻ്റെ ഭാഗത്തു നിന്ന് ഫീൽ ചെയ്യണില്ല. ഇനി നിങ്ങൾക്കൊരു 200cc ബൈക്ക് വേണം, നിങ്ങൾക്ക് വലിയ കാര്യമായിട്ടുള്ള പവറും കാര്യങ്ങളൊന്നും വേണ്ട, നിങ്ങൾ മൈലേജിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, നിങ്ങൾ അത്യാവശ്യം നല്ല പോലെ തന്നെ ഓഫ് റോഡ് പോകണതാണ്, അതേപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ലോങ് റൈഡ് പോകണതാണ്, കൂടുതൽ സിറ്റി യൂസ് ആണ് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ധൈര്യമായിട്ട് വാങ്ങാം. അപ്പോൾ പരമാവധി ഈ ഒരു ബൈക്കിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു ബൈക്ക് വാങ്ങാൻ ശ്രമിക്കുക. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഒരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു ബൈക്കും കൂടി തന്നെയാണിത്. നല്ല രീതിയിലുള്ള മൈലേജും നല്ല രീതിയിലുള്ള ഒരു റൈഡിങ് പൊസിഷനും അത്യാവശ്യം നമുക്ക് വേണ്ട പവറും കാര്യങ്ങളൊക്കെ ഈ ഒരു ബൈക്കിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇതൊരു എക്സ്പൾസിൻ്റെ ഡീഗ്രേഡിങ് വീഡിയോ ഒന്നല്ല. ഒരുപാട് പേര് മെസ്സേജ് അയച്ചുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.